വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈസ്റ്റേൺ ഗേറ്റ്, ദോഹ, ഖത്തർ. അധ്യായം 418. മാനവികതയാണ് ഏറ്റവും വലിയ വിജയമന്ത്രം. ലോകത്ത് 8 ബില്യണിലധികം ജനങ്ങൾ അധിവസിക്കുന്നുണ്ട്. ഈ ജനങ്ങളുടെ സമാധാനപരമായ സഹവർത്തിത്വമാണ് ലോകത്തിന്റെ സന്തുലിതത്വം നിലനിർത്തുക. ശാന്തിയും സമാധാനവും സഹകരണവും സ്നേഹവുമൊക്കെ ജീവിതത്തെ അലങ്കരിക്കണമെങ്കിൽ മറ്റെല്ലാ പരിഗണനകൾക്കുമപ്പുറം മാനവികതയുടെ വികാരം മനുഷ്യ മനസ്സുകളിൽ പ്രോജ്വലമായി നിലകൊള്ളണം. മാനവിക സൗഹൃദം ഓരോരുത്തരുടെയും സമഗ്ര വികസനത്തിന്റെ പരിസരമൊരുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകമാണ്. സംഘർഷങ്ങളും സംഘട്ടനങ്ങളും സമാധാനം കെടുത്തുകയും ക്രിയാത്മകതയ്ക്ക് ഭംഗം വരുത്തുകയുമാണ് ചെയ്യുക. പരസ്പരം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള വിശാലതയും വിട്ടുവീഴ്ചാ മനോഭാവവും വിശാലമായ മാനവികതയുടെ മനോഹരമായ വിധാനത്തിലേക്കാണ് ലോകത്തെ നയിക്കുക. 20-ാം നൂറ്റാണ്ടിലെ ലോക രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച പ്രമുഖ വിപ്ലവകാരനും ചിന്തകനുമായ റഷ്യയിലെ ബോൾഷെവിക് വിപ്ലവത്തിന്റെ പ്രധാന ശില്പിയായ ലെനിനെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ച ഒരു കുറിപ്പ് ഇങ്ങനെയാണ്. സോവിയറ്റ് യൂണിയന്റെ അധിപനായിരുന്ന ലെനിന് ഒരിക്കൽ ഒരു കത്ത് വന്ന കഥയുണ്ട്. റഷ്യയിലെ ഒരു ആശുപത്രിയിൽ നിന്നും ഒരു പെൺകുട്ടി അയച്ച കത്തായിരുന്നു അത്. ആ പെൺകുട്ടി മാരകമായ അസുഖത്തിന് അടിമയാണെന്നും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരണപ്പെടാമെന്നാണ് ഡോക്ടർമാരുടെ നിഗമനമെന്നും അതിനു മുമ്പ് ലെനിൻ അങ്കിളിനെ നേരിട്ട് കാണണം എന്നൊരു അവസാന ആഗ്രഹം മനസ്സിലുണ്ട് എന്നതുമായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം. ലെനിൻ ആ കത്ത് വായിച്ച ശേഷം ആ പെൺകുട്ടിയെക്കുറിച്ചും ആശുപത്രിയെക്കുറിച്ചും അന്വേഷിക്കുകയും ആ പെൺകുട്ടിക്ക് മുന്നിൽ എത്തുകയും ചെയ്തു അത്രേ. ജീവിതത്തിന്റെ അവസാന നാളുകളിലും മരണത്തോട് പൊരുതിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടിയുടെ സന്തോഷം അവിടുള്ള എല്ലാവരുടെയും കണ്ണു നിറയിച്ചു. പൊടുന്നനെയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ പെൺകുട്ടി തന്റെ ഒരാവശ്യം ലെനിന് മുന്നിൽ ഉന്നയിച്ചത്. ലെനിൻ അങ്കിൾ എനിക്ക് വേണ്ടി ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളടക്കം എല്ലാവരും ആ പെൺകുട്ടിയെ തുറിച്ചു നോക്കാൻ തുടങ്ങി. കാരണം ലോകത്തെ ഏറ്റവും വലിയ ഭൗതികവാദിയോടാണ്, ആ രാജ്യത്തെ ഏറ്റവും വലിയ ഭരണാധികാരിയോടാണ് ആ പെൺകുട്ടി ദൈവത്തോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്ന് എല്ലാവരും കരുതിയേക്കാവുന്ന ഒരു കാര്യം. പെട്ടെന്നാണത് സംഭവിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ ഭൗതികവാദിയായ ലെനിൻ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ആ കുട്ടിയുടെ ദൈവത്തോട് ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവത്രേ. പിന്നീടൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ഇക്കാര്യം ചോദിച്ചപ്പോൾ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്റെ വിശ്വാസത്തോടൊപ്പം തന്റെ പ്രജകളുടെ വിശ്വാസത്തെയും സംരക്ഷിക്കാനും ഉൾക്കൊള്ളാനും ബാധ്യസ്ഥനാണ് എന്നാണ് മറുപടിയായി ലെനിൻ പറഞ്ഞത്. സാമൂഹ്യജീവിയായ മനുഷ്യന് വ്യത്യസ്ത നിയോഗങ്ങളാണ് ജീവിതം നിശ്ചയിക്കുന്നത്. നാം ഏതവസ്ഥയിലായിരിക്കുമ്പോഴും മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനവികതയുടെ കാഴ്ചപ്പാടിൽ പരിഗണിക്കുകയും ചെയ്യുമ്പോഴാണ് നാം സാംസ്കാരികമായും ധാർമ്മികമായും ഉയരുന്നത്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മാനവികതയുടെയും വികതാരങ്ങൾ സജീവമാകുന്ന സാമൂഹിക പരിസരമാണ് ഓരോരുത്തരുടെയും വിജയപഥമൊരുക്കുക. മാനവികതയും മനുഷ്യത്വവും ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിന് മാറ്റിക്കൂട്ടുക മാത്രമല്ല, വ്യക്തിതലത്തിലും സമൂഹതലത്തിലും വളർച്ചയ്ക്കും പുരോഗതിക്കുമുള്ള വഴിയൊരുക്കുമെന്നാണ് ചരിത്രം. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455526275 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.